എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുരുഷോത്തമ ഏകാദശി. ഹിന്ദു മതത്തിൽ ഏകാദശി ദിനങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. അവയിൽ ഏറ്റവും പുണ്യപ്രദമായ ഒന്നായി കണക്കാക്കപ്പെടുന്നത് പുരുഷോത്തമ മാസത്തിൽ വരുന്ന പുരുഷോത്തമ ഏകാദശിയാണ്. ശ്രീ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം നേടുന്നതിനും ആത്മീയ ഉന്നതി കൈവരിക്കുന്നതിനും ഈ വ്രതം അത്യന്തം ശ്രേഷ്ഠമാണെന്ന് പുരാണങ്ങൾ പറയുന്നു. ചാന്ദ്രവർഷവും സൗരവർഷവും തമ്മിലുള്ള വ്യത്യാസം പരിഹരിക്കുന്നതിനായി ഏതാനും വർഷങ്ങൾ കൂടുമ്പോൾ ഒരു അധിക മാസം വരുന്നു. ഈ മാസം ആദ്യം മലമാസം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. മറ്റ് മാസങ്ങളെപ്പോലെ യാതൊരു ദേവതയുടെയും പ്രത്യേക അനുഗ്രഹം ലഭിക്കാത്തതിനാൽ അത് അവഗണിക്കപ്പെട്ടിരുന്നു. ദുഃഖിതനായ ആ മാസം ശ്രീ മഹാവിഷ്ണുവിനെ സമീപിച്ച് തന്റെ സങ്കടം അറിയിച്ചു. ഭഗവാൻ വിഷ്ണു ആ മാസത്തിന് തന്റെ സ്വന്തം നാമമായ പുരുഷോത്തമ മാസം എന്ന പേര് നൽകുകയും അതിനെ എല്ലാ മാസങ്ങളിലെയും ശ്രേഷ്ഠമാക്കുകയും ചെയ്തു. അന്നു മുതൽ ഈ മാസം വിശേഷ പുണ്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു. പുരുഷോത്തമ ഏകാദശി ദിനത്തിൽ ഭക്തർ ഉപവാസം അനുഷ്ഠിക്കുകയും വിഷ്ണു നാമജപം നടത്തുകയും വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത തുടങ്ങിയവ പാരായണം ചെയ്യുകയും ചെയ്യുന്നു. തുളസീദളങ്ങൾ സമർപ്പിച്ച് ഭഗവാനെ ആരാധിക്കുന്നത് അത്യന്തം പുണ്യകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ദിനത്തിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്കും മറ്റു കർമ്മങ്ങൾക്കും സാധാരണ ദിവസങ്ങളേക്കാൾ അനേകം മടങ്ങ് ഫലം ലഭിക്കുമെന്ന് പുരാണങ്ങൾ പറയുന്നു. അതുകൊണ്ട് പുരുഷോത്തമ ഏകാദശി വെറും ഒരു വ്രതദിനം മാത്രമല്ല, ഭക്തിയുടെയും ആത്മശുദ്ധിയുടെയും ദൈവാനുഗ്രഹത്തിന്റെയും മഹത്തായ അവസരമാണ്. ശ്രീ മഹാവിഷ്ണുവിന്റെ കൃപ നേടാനും ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും കൈവരിക്കാനും ഈ ദിനാചരണം ഭക്തരെ പ്രേരിപ്പിക്കുന്നുണ്ട്. ശ്രീ മഹാവിഷ്ണുവിന്റെ കൃപ നേടാനും ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും കൈവരിക്കാനും ഇതുമൂലം സാധിക്കും. പുരുഷോത്തമ ഏകാദശി ദിവസം ഭക്തിയോടും ശുദ്ധിയോടും കൂടി ശ്രീ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതാണ് പ്രധാന ആചാരം. ദശമി ദിവസം സാത്വികമായ ഭക്ഷണം കഴിച്ച് മനസ്സും ശരീരവും ശുദ്ധമാക്കണം. ഏകാദശി ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് സ്നാനം ചെയ്ത് ശുദ്ധവസ്ത്രം ധരിച്ച് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കണം. വീട്ടിലെ പൂജാമുറിയിലോ ക്ഷേത്രത്തിലോ വിഷ്ണുവിന്റെ ചിത്രത്തിനോ വിഗ്രഹത്തിനോ മുമ്പിൽ വിളക്ക് തെളിയിച്ച് പൂജ നടത്താം. ഈ ദിവസം സാധിക്കുന്നവർ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ അത് സാധിക്കാത്തവർ പഴങ്ങൾ, പാൽ, വെള്ളം എന്നിവ മാത്രം കഴിച്ച് വ്രതം അനുഷ്ഠിക്കാം. വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം എന്നിവ പാരായണം ചെയ്യുന്നതും ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നീ മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു. തുളസീദളങ്ങൾ സമർപ്പിച്ച് ഭഗവാനെ ആരാധിക്കുന്നത് പ്രത്യേക പുണ്യകരമാണ്. ദരിദ്രർക്ക് അന്നദാനം, വസ്ത്രദാനം, ധനസഹായം എന്നിവ നൽകുന്നതും ഈ ദിനത്തിലെ പ്രധാന സൽക്കർമ്മങ്ങളാണ്. ഏകാദശി രാത്രി കഴിയുന്നത്ര ഭഗവത് നാമസ്മരണയിലും ഭജനയിലും ചെലവഴിക്കുന്നത് ഉത്തമമാണ്. പിറ്റേന്ന് ദ്വാദശി ദിവസം രാവിലെ വിഷ്ണു പൂജ നടത്തിയ ശേഷം നിശ്ചിത സമയത്ത് വ്രതപാരണം നടത്തി ഉപവാസം അവസാനിപ്പിക്കണം. ഇപ്രകാരം ഭക്തിപൂർവ്വം പുരുഷോത്തമ ഏകാദശി ആചരിക്കുന്നവർക്ക് ശ്രീ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ലഭിക്കുകയും മനഃശാന്തിയും ആത്മീയ ഉന്നതിയും കൈവരിക്കുമെന്നും വിശ്വാസമുണ്ട്.